ഇവിടെ തീറാധാരം ചെയ്ത് വസ്തു വാങ്ങിയ ആളുകൾ അവരവരുടെ പേരിലേക്ക് പോക്കുവരവ് ചെയ്തെടുത്ത ഭൂമി കാലാകാലങ്ങളായിട്ട് ഭൂനികുതി അടച്ചുകൊണ്ടിരിക്കുന്ന വസ്തു ഒരു ദിവസം യാതൊരു അറിയിപ്പും കൂടാതെ കരമെടുക്കുന്ന ഇന്ന് മുതൽക്ക് നിർത്തിവെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആർക്കും ഉണ്ടാകാവുന്ന ഒരു വലിയ ആശയക്കുഴപ്പമാണ്, അല്ലെങ്കിൽ വലിയൊരു ഞെട്ടലാണ് മുനമ്പത്തുകാർക്ക് ഉണ്ടായിട്ടുള്ളത്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ പോലെ ചില നിയമങ്ങളുടെ ദുരുപയോഗമാണ്. വഖഫ് സ്വത്തുക്കൾ വ്യാപകമായിട്ട് അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ടെന്നുള്ള സത്യം. മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും മലബാറിൻ്റെ പല ഭാഗങ്ങളിലും ഉദാരമതികളായിട്ടുള്ള മുസ്ലിം പ്രമാണിമാർ പരലോക പുണ്യത്തിന് വേണ്ടി വഖഫ് ചെയ്ത വസ്തുക്കൾ പല ആളുകൾക്ക് വഖഫ് എന്തെന്നുമില്ല. വഖഫ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നുകിൽ പള്ളിക്ക്, അല്ലെങ്കിൽ പള്ളിയുടെ മദ്രസയ്ക്ക്, അല്ലെങ്കിൽ യത്തീംഖാനയ്ക്ക് ഇതുപോലെയുള്ള വസ്തുക്കൾ എഴുതി വെക്കും. പണ്ട് ഈ ഭൂപരിഷ്കരണ നിയമമൊക്കെ വന്നേക്ക് മുമ്പ് ഇഷ്ടംപോലെ ഭൂമിയുള്ള ജന്മിമാരും വലിയ പ്രമാണിമാരൊക്കെ ഉണ്ടായിരുന്നു. അവരിങ്ങനെ ചെയ്തു. നമ്മുടെ ഇവിടെയൊക്കെ ആൾക്കാർ പള്ളിക്ക് എഴുതി വെക്കില്ലേ? തെങ്ങ് SNDPക്ക് എഴുതി കൊടുക്കുന്ന കാലം ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ SNDP പ്രവർത്തകരുള്ളവർക്കറിയാം. ആ തെങ്ങ് SNDPക്ക് കിട്ടും. അപ്പോൾ ആ തെങ്ങ് നമ്മുടെ പറമ്പിൽ തന്നെ നിൽക്കും. അതുമ്പോൾ വീഴുന്ന തേങ്ങ SNDPക്ക് കൊടുക്കും, ക്ഷേത്രങ്ങൾക്ക് കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന പതിവുണ്ട്. പണ്ട് അങ്ങനെയൊക്കെയാണ് ആൾക്കാർ ഈ പണം സമാഹരിച്ചത്. പള്ളി പണിയുന്നതിന് വേണ്ടി അങ്ങനെ പണം സമാഹരിച്ചിരുന്നത് പിടിയേരി പിടിച്ചാണ് നമ്മുടെ നാട്ടിലെ പല പ്രധാനപ്പെട്ട പള്ളികളും പണിഞ്ഞത്. അപ്പോൾ ഇത് സാധാരണ രീതിയാണ്. ഇങ്ങനെ വഖഫായിട്ട് എഴുതി വെച്ച വസ്തുക്കൾ ഇതിൻ്റെ നടത്തിപ്പുകാരെ മുത്തവല്യ എന്ന് പറയും, മാനേജർ എന്നർത്ഥം. ഈ മാനേജർമാരുടെ ദുർഭരണം കാരണം പലയിടത്തും നഷ്ടപ്പെട്ടിട്ടുണ്ട്, അന്യാധീനപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. നമുക്ക് ആർക്കും ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം. പക്ഷേ മുനമ്പത്തെ കാര്യം വ്യത്യസ്തമാണ്. കോഴിക്കോട് ഫറൂഖ് കോളേജിൻ്റെ പേർക്ക് ആധാരം ചെയ്തു കൊടുത്ത വസ്തു, ആധാരത്തിൻ്റെ സാധുത അല്ലെങ്കിൽ അത് വഖഫ് ചെയ്യാവുന്ന വസ്തുവാണോ, സിദ്ദിഖ് സേട്ടുവിന് ഇത് ചെയ്യാനുള്ള അധികാരമുണ്ടോ, അതൊക്കെ വേറെ കാര്യമാണ്. അതൊക്കെ നിയമപരമായിട്ടുള്ള തർക്കമാണ്. അതൊന്നും ഇവിടെ വിഷയമല്ല. അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. വസ്തു ഫറൂഖ് കോളേജിൻ്റെ ആണ് എന്ന് പറവൂർ കോടതിയും ഹൈക്കോടതിയും കണ്ടെത്തിയതാണ്. യാതൊരു സംശയമില്ല. ഫറൂഖ് കോളേജിൻ്റെ വസ്തുവാണ്. ഫറൂഖ് കോളേജിന് ക്രയവിക്രയ സ്വാതന്ത്ര്യമുള്ള വസ്തുവാണ്. എന്ന് വെച്ചാൽ വിൽക്കാനും വാങ്ങാനും അധികാരമുണ്ട്. രണ്ടിനും അധികാരമുണ്ട്. അതിപ്പോൾ സേട്ടുവിൻ്റെ ആധാരപ്രകാരം തന്നെ അതുണ്ട്, ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമുണ്ട്. അതിൻ്റെ അർത്ഥം ഫറൂഖ് കോളേജിന് ഈ വസ്തു സ്വന്തമായിട്ട് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ പാട്ടത്തിന് കൊടുക്കാം, അതല്ലെങ്കിൽ വിൽക്കാം. എന്ത് ചെയ്യാനും അവർക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട്. ഫറൂഖ് കോളേജ് വസ്തു വിറ്റു. വാങ്ങിയ ആളുകളുടെ കയ്യിൽ ആധാരമുണ്ട്, തീറാധാരമുണ്ട്. കേരള ഗവൺമെൻറ് രജിസ്റ്റർ ഓഫീസ് വഴിക്ക് തീറാധാരം ചെയ്തു കൊടുത്ത വസ്തുവാണ്. അതിൻ്റെ കരം കേരള ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ഈ വസ്തു വാങ്ങിയ ആളുകൾ, ഫറൂഖ് കോളേജിൽ വാങ്ങിയ കുറേ ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ടാവും. അവരവരുടെ മക്കൾക്ക് വിധിച്ചു കൊടുത്തിട്ടുണ്ടാവും. ചിലരൊക്കെ വിറ്റിട്ടുണ്ടാവും. വാങ്ങിയ ആളുകൾ വേറെ ആളുകൾക്ക് വിറ്റിട്ടുണ്ടാവും. ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. സ്വാഭാവികമായിട്ട് നടന്നിട്ടുമുണ്ട്. ആർക്കും ഇതിലൊന്നും ഒരു തർക്കവുമില്ല. അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം മൊയ്തു അഹമ്മദ് നിസാർ എന്ന് പറഞ്ഞ റിട്ടയർ ചെയ്ത ഒരു ജില്ലാ ജഡ്ജി ഈ ബന്ധപ്പെട്ട ആളുകൾക്ക് ആർക്കും നോട്ടീസ് കൊടുക്കാതെ പഴയ കടലാസുകൾ മാത്രം നോക്കി, ഫറൂഖ് കോളേജും നാട്ടുകാരും തമ്മിൽ നടന്ന കേസിൻ്റെ രേഖകൾ പരിശോധിക്കാതെ, ഹൈക്കോടതി വിധി പരിശോധിക്കാതെ, ഫറൂഖ് കോളേജ് നാട്ടുകാർക്ക് തീറാധാരം ചെയ്തു കൊടുത്ത രേഖ നോക്കാതെ, വില്ലേജ് ഓഫീസിലെ രജിസ്റ്റർ പരിശോധിക്കാതെ, ആരുടെ പേരിലാണ് വസ്തു കിടക്കുന്നത് അറിയാതെ ഈ വസ്തുക്കൾ വീണ്ടെടുക്കണം എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു. അതാണ് അതിലെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തു. മനസ്സിലായില്ലേ? ഇത് റിട്ടയർ ചെയ്ത് ജില്ലാ ജഡ്ജി എഴുതിയ റിപ്പോർട്ടാണെന്ന് ആലോചിക്കണം. മുനിസിപ്പൽ കോടതിയിൽ ആമീൻ എഴുതില്ല ഇങ്ങനത്തെ റിപ്പോർട്ട്. മുനിസിപ്പൽ കോടതിയിലെ ശിപായി ഇങ്ങനത്തെ ഒരു റിപ്പോർട്ട് എഴുതുകയില്ല. ഇതൊക്കെ പോട്ടെ, ഇത് കഴിഞ്ഞ് ഈ മാന്യൻ ടെലിവിഷൻ ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്നിട്ട് വഖഫ് സ്വത്താണ്, അന്യാധീനപ്പെട്ടു, ഇത് വീണ്ടെടുക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ കരണക്കുറ്റിക്കിട്ട് അടിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് കൂടുതൽ.